Hello students, let us learn the last part of coordination compounds, that is crystal field theory or CFT. So the CFT is an electrostatic model which considers the metal ligand bond as purely ionic. The 5 d orbitals in an isolated gaseous metal atom or ion have same energy, that is they are degenerate. This degeneracy is maintained if a spherically symmetrical field of negative charges surrounds the metal atom or ion, but when this negative field is due to ligands in a complex, the degeneracy of the d orbitals is lost. It results in splitting of d orbitals. This splitting of d orbitals is termed as crystal field splitting and it depends on the nature of the ligands. So crystal field theory പറയുന്നത് metal ligand bond എന്ന് പറയുന്നത് ionic ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. So metal ligand bond is considered as ionic in nature. So അങ്ങനെയാണ് CFT മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്. സോ മെറ്റലിൻ്റെ കേസിൽ ഡി ഓർബിറ്റൽസ് ഉണ്ട്. സോ ഡി ഓർബിറ്റൽസ് 5 ഡി ഓർബിറ്റൽസ് ഉണ്ട് നമ്മൾക്കറിയാം. ദാറ്റ് ഈസ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്. സോ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ആ 5 ഡി ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. ഈ സെയിം എനർജി ആയതുകൊണ്ട് അതിനെ നമ്മൾ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം. സോ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിങ് സെയിം എനർജി. ദെൻ ഇഫ് ligand approaches the metal to form കോർഡിനേഷൻ കോമ്പൗണ്ട്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട് ഉണ്ടാകാനായിട്ട് ലിഗാൻഡ് മെറ്റലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൻ്റെ ഡീജനറസി നഷ്ടപ്പെടുന്നു. ഡീജനറസി നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി വ്യത്യാസം ഉണ്ടാകുന്നു. എനർജി വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ ഡീജനറേറ്റ് അല്ലാത്ത ഓർബിറ്റൽസ് അല്ലെങ്കിൽ നോൺ ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. സാധാരണഗതിയിൽ 2 സെറ്റായിട്ടാണ് ആ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ 5 ഡി ഓർബിറ്റൽസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ എനർജി ഉണ്ടാകുന്നു. ഒരു സെറ്റിന് ഉള്ള എനർജി അല്ല മറ്റൊരു സെറ്റ് ഓർബിറ്റൽസിന് ഉണ്ടാകുന്ന എനർജി. സോ ആദ്യം ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുന്നു, ദേ ആർ ഹാവിങ് സെയിം എനർജി. പക്ഷേ ലിഗാൻഡ് അപ്രോച്ച് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൻ്റെ എനർജിയിൽ വ്യത്യാസം വരുന്നു, അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ലിഗാൻഡ്. സോ ലിഗാൻഡിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ആ ഒരു സ്പ്ലിറ്റിംഗ് നേച്ചർ ഇരിക്കുന്നത്. സോ അതാണ് CFT പറയുന്നത്. സോ ലെറ്റ് us കൺസിഡർ ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ കോർഡിനേഷൻ എൻറ്റിറ്റീസ്. സോ ഒക്ടാഹെഡ്രൽ കോമ്പൗണ്ട്സിനകത്ത്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾക്കകത്ത് എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് നോക്കാം. സോ വെൻ ദ ലിഗാൻഡ്സ് അപ്രോച്ച് ദ മെറ്റൽ ടു ഫോം കോംപ്ലെക്സ്, ദ ഡി ഓർബിറ്റൽ ലോസ് ഇറ്റ്സ് ഡീജനറസി ഡ്യൂ ടു റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് ഇൻ ദ മെറ്റൽ ഡി ഓർബിറ്റൽസ് ആൻഡ് ദ ഇലക്ട്രോൺസ് ഓഫ് ദ ലിഗാൻഡ്സ്. സോ ഡീജനറസി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? മെറ്റലും ലിഗാൻഡും തമ്മിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലിഗാൻഡ് മെറ്റലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, when ligand approaches the metal to form complex, the d orbital lost its degeneracy. ഡി ഓർബിറ്റൽസിന് ഡീജനറസി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനർജിയിലുള്ള ആ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടുന്നതിന് കാരണം മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസും ലിഗാൻസ് കൊണ്ടുവരുന്ന ഇലക്ട്രോൺസും അല്ലെങ്കിൽ ലിഗാൻസിൻ്റെ ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നു. സോ ആ റിപ്പൽഷൻ മൂലം അതിൻ്റെ ഡീജനറസി നഷ്ടപ്പെടുന്നു. സോ ആ റിപ്പൽഷൻ ഈ ഡി ഓർബിറ്റൽസിനകത്തെ അല്ലെങ്കിൽ പല ഡി ഓർബിറ്റൽസിനും പല രീതിയിലായിരിക്കും ആ ഒരു ഇഫക്റ്റ് വരുന്നത്. സോ ദ റിപ്പൽഷൻ ഈസ് മോർ ഫോർ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽസ്. സോ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനും ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽസിനും, ആ 2 ഓർബിറ്റൽസിനായിരിക്കും ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ വരുന്നത്, വിച്ച് ആർ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ ആക്സിസ് ദാൻ the dxy, dxz, dyz orbitals which are directed between the axis. So നമുക്ക് 5 d orbitals വരയ്ക്കുമ്പോൾ മനസ്സിലാകും ആ ഡി ഓർബിറ്റൽസ് വരയ്ക്കുന്നത് ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ഈ DXY, DXZ, DYZ ഓർബിറ്റൽസ് വരയ്ക്കുന്നത്. സോ അതിൻ്റെ ആക്സിസ് വരച്ചതിന് ശേഷം അതിൻ്റെ ലോബ്സ് നമ്മൾ വരയ്ക്കുന്നത്, ആ ഓർബിറ്റൽസിൻ്റെ ലോബ്സ് വരയ്ക്കുന്നത് ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. എന്നാൽ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി സെഡ് സ്ക്വയറും വരയ്ക്കുമ്പോൾ നമുക്കറിയാം അത് ആക്സിസിൽ കൂടെയാണ് നമ്മൾ ആ ലോബ്സ് വരയ്ക്കുന്നത്. സോ അതുകൊണ്ട് ഈ 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് ആക്സിസിൽ ലോബ്സുള്ള
ഡി ഓർബിറ്റൽസും ബിറ്റ്വീൻ ദ ആക്സിസിൽ ലോബ്സ് ഉള്ള ഡി ഓർബിറ്റൽസും തമ്മിൽ ഒരു എനർജി വ്യത്യാസം ഉണ്ടാകുന്നു. കാരണം ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ ഫോം ചെയ്യുമ്പോൾ ലിഗാൻഡ്സ് അപ്രോച്ച് ചെയ്യുന്നത് എലോങ് ദി ആക്സിസ് ആണ്. സോ ലിഗാൻഡ് അപ്രോച്ചസ് എലോങ് ദി ആക്സിസ്. അപ്പോൾ എലോങ് ദി ആക്സിസ് ആകുമ്പോൾ എലോങ് ദി ആക്സിസിലിരിക്കുന്ന ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത് dx² - y² dz² അതുകൊണ്ട് ദേ വിൽ ബി ഹാവിങ് മോർ റിപ്പൾസീവ് ഫോഴ്സ്. അപ്പം കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് വരുമ്പോൾ ദേ വിൽ ബി ഹാവിങ് മോർ എനർജി. അതാണ് ഈ എനർജി വ്യത്യാസത്തിന് കാരണം. സോ ദ എനർജി ഓഫ് dx² - y² ആൻഡ് dz² ഓർബിറ്റൽസ് will be raised and that of xy, xz and yz orbitals will be lowered. സോ രണ്ട് സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആയിട്ട് ഈ ഡി ഓർബിറ്റൽസ് മാറുകയാണ്. അതായത് dx² - y² dz² എന്ന് പറയുന്ന ഒരു സെറ്റ് ഓർബിറ്റൽസിന് പറയുന്ന പേരാണ് EG ഓർബിറ്റൽസ് ആൻഡ് ദ അതർ 3 xy, xz, dyz ആ ഓർബിറ്റൽസിന് പറയുന്ന പേരാണ് T2G ഓർബിറ്റൽസ്. അപ്പോൾ രണ്ട് സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നു. ആ രണ്ട് സെറ്റ് ഓഫ് ഓർബിറ്റൽസിൻ്റെ പ്രത്യേകത EG സെറ്റ് ഓഫ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ആ ഓർബിറ്റൽസ് എലോങ് ദി ആക്സിസ് ആണ്. അതിൻ്റെ ലോബ്സ് എലോങ് ദി ആക്സിസ് ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ അത് മനസ്സിലാവും. സോ ഡി ഓർബിറ്റൽസ് വരയ്ക്കുമ്പം അത് ക്ലിയർ ആണ്. അതായത് T2G ഓർബിറ്റൽസ് എന്ന് പറയുമ്പം ആ ലോബ്സ് ആ ഓർബിറ്റൽസിൻ്റെ ലോബ്സ് ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. സോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ ലിഗാൻഡ് വരുന്നത് എലോങ് ദി ആക്സിസിലാണ്. അപ്പം മെറ്റലിൻ്റെ ഇലക്ട്രോൺസും ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസും തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് EG ഓർബിറ്റൽസിനായിരിക്കും. കാരണം അവരാണ് എലോങ് ദി ആക്സിസിലുള്ള ഓർബിറ്റൽസ്. സോ ദിസ് സ്പ്ലിറ്റിംഗ് ഓഫ് ഡീജനറേറ്റ് levels due to the presence of ligands in a definite geometry is termed as crystal field splitting and the energy separation is denoted by delta O. O എന്ന് വെച്ചാൽ ഒക്ടാഹെഡ്രൽ എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ ഡീജനറേറ്റ് ആയിരുന്ന മെറ്റലിൻ്റെ ഓർബിറ്റൽസ് ലിഗാൻഡ് വന്നു കഴിയുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ആ എനർജി സെപ്പറേഷന് പറയുന്നതാണ് ഡെൽറ്റ ഒ. സോ ഒരു ഡെഫിനിറ്റ് ജോമെട്രിയിലുള്ള ഒരു കോംപ്ലക്സിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കാര്യത്തിലാണ് ഈ EG ഓർബിറ്റൽസിന് കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ആ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനായിരിക്കും, അല്ലെങ്കിൽ T2G ഓർബിറ്റൽസിന് കുറച്ചായിരിക്കും എനർജി വരുന്നത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് സ്പ്ലിറ്റിംഗ് വരുന്നത് ഒരു ഡെഫിനിറ്റ് ജോമെട്രി എന്ന് പറയുമ്പം ഈ കേസിൽ അത് ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലാണ് ഇത്തരത്തിലൊരു സ്പ്ലിറ്റിങ് നടക്കുന്നത്. സോ അത് അതിൻ്റെ ഫിഗർ വരയ്ക്കാനായിട്ട് എക്സാമിന് ചോദിക്കും. ഡ്രോ ദ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ്. സോ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് വരയ്ക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അതായത് 5 ഡി ഓർബിറ്റൽസിനാണ് 5 വര കാണിച്ചിരിക്കുന്നത്. സോ എനർജി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. സോ ഫ്രീ മെറ്റൽ അയോൺ ആയിരിക്കുമ്പോൾ എല്ലാം ഒരേ എനർജി ലെവലിലായിരിക്കും. 5 ലെവൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് 5 ഡി ഓർബിറ്റൽസാണ്. സോ 5 ഡി ഓർബിറ്റൽസിന് രണ്ടാമത്തെ കേസിൽ, അതായത് മെറ്റലായിട്ടിരിക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ക്രിസ്റ്റൽ ഫീൽഡിൽ അതിൻ്റെ എനർജി ഇച്ചിരി വ്യത്യാസം വരുന്നു, പക്ഷേ അതും ഒരു സെയിം എനർജി ലെവലാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ലിഗാൻഡ് ഫോർമേഷനിലേക്ക് ലിഗാൻഡുമായിട്ട് കോംപ്ലക്സ് ഫോർമേഷനിലേക്ക് വരുമ്പോൾ ആ 5 ലൈൻസ് സ്പ്ലിറ്റ് ചെയ്ത് 3 ലൈൻസ് താഴെയും 2 ലൈൻസ് മുകളിലുമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം അതിൻ്റെ അർത്ഥം 3 ലൈൻസ് താഴെ എന്ന് പറഞ്ഞാൽ T2G ഓർബിറ്റൽസ് താഴെയും EG ഓർബിറ്റൽസ് മുകളിലും. സോ T2G എന്ന് പറഞ്ഞാൽ DXY, DXZ, DYZ. സോ അത് EG ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ dx² - y² dz². സോ ആ 2 ഓർബിറ്റൽസ് അതിന് കൂടുതൽ എനർജി കിട്ടുന്നു. ഈ T2Gക്ക് 3 സെറ്റ് ഓഫ് ഓർബിറ്റൽസിന് അല്ലെങ്കിൽ 3 ഓർബിറ്റൽസിന് കുറച്ച് എനർജി കിട്ടുന്നു. സോ അങ്ങനെയാണ് ഈ രണ്ടായിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ആ സ്പ്ലിറ്റിംഗ് എനർജിയാണ് ഡെൽറ്റ ഒ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് 3/5 ഡെൽറ്റ ഒയും 2/5 ഡെൽറ്റ ഒയുമായിട്ടാണ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ്.
Then comes crystal field splitting in tetrahedral coordination entity. Tetrahedral coordination entity ഇത് ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റത് വരയ്ക്കാൻ എളുപ്പമായിരിക്കും. സോ ടെട്രാഹെഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡിൽ the ligand approaches the metal to form complex, the d orbital loses its degeneracy. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ലിഗാൻഡ് വരുമ്പോൾ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസിൻ്റെ ഡീജനറസി നഷ്ടപ്പെടുന്നു. ഹിയർ ദ ലിഗാൻഡ്സ് ആർ അപ്രോച്ചിങ് ബിറ്റ്വീൻ ദ ആക്സിസ്. അതായത് മുമ്പിലത്തേൽ നിന്ന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക. ലിഗാൻഡ്സ് വരുന്നത് ബിറ്റ്വീൻ ദ ആക്സിസിലാണ്. അത് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിറ്റ്വീൻ ദ ആക്സിസിൽ ലോബ്സ് വരയ്ക്കുന്നത് T2G സെറ്റ് ഓഫ് ഓർബിറ്റൽസിനാണ്. അപ്പോൾ അതുകൊണ്ട് ദേ വിൽ ബി ഗെറ്റിംഗ് മോർ റിപ്പൽഷൻ ദാൻ dx² - y² ആൻഡ് dz² ഓർബിറ്റൽ. ഇപ്പോൾ T2G എന്ന് പറഞ്ഞാൽ dxy, dxz, dyz. EG എന്ന് പറഞ്ഞാൽ dx² - y² dz². അപ്പോൾ ഇവിടെ കൂടുതൽ റിപ്പൽഷൻ വരുന്നത് T2G ഓർബിറ്റൽസിനാണ്. സോ ടെട്രാഹെഡ്രലിൻ്റെ കേസിൽ T2G ആയിരിക്കും കൂടുതൽ repulsion feel ചെയ്യുന്നത്. സോ ദ എനർജി ഓഫ് ദ T2G ഓർബിറ്റൽസ് വിൽ ബി റേസ്ഡ് ആൻഡ് ദാറ്റ് ഓഫ് EG ഓർബിറ്റൽസ് വിൽ ബി ലോവർഡ്. സോ സെയിം ഏകദേശം ഒരേപോലെയാണ് വരയ്ക്കുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മാത്രം, T2G മുകളിൽ വരയ്ക്കുക, EG താഴെ വരയ്ക്കുക. അതായത് 2 ഓർബിറ്റൽസ് താഴെ വരയ്ക്കുന്നു, 3 ഓർബിറ്റൽസ് മുകളിൽ വരയ്ക്കുന്നു. സോ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ആ എനർജിക്ക് പറയുന്നതാണ്, എനർജി ഡിഫറൻസിന് പറയുന്നതാണ് ഡെൽറ്റ ടി. ടി എന്ന് വെച്ചാൽ ടെട്രാഹെഡ്രൽ എന്നർത്ഥം. സോ ഡീജനറസി നഷ്ടപ്പെടുന്നത് ലിഗാൻഡിൻ്റെ പ്രസൻസിലാണ്. സോ ലിഗാൻഡ് വരുമ്പോഴാണ് മെറ്റൽസിൻ്റെ ഡി ഓർബിറ്റൽസിൻ്റെ ആ ഡീജനറസി നഷ്ടപ്പെട്ട് അത് സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മാറുന്നത്. സോ 2ആയിട്ട് മാറുമ്പോൾ ഒക്ടാഹെഡ്രൽ ഫീൽഡിലാണെങ്കിൽ EG ആണ് കൂടുതൽ എനർജി വരുന്നത്, T2G കുറവാണ്. ടെട്രാഹെഡ്രൽ ഫീൽഡാണെങ്കിൽ, ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളാണെങ്കിൽ T2G ആണ് മുകളിൽ വരുന്നത്, EG ആണ് താഴെ. ലെസ് എനർജി വരുന്നത് EG ഓർബിറ്റൽസിനായിരിക്കും. ആ ഒരു ഡിഫറൻസാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 ഫിഗറും വരച്ചു പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ കംസ് the last point, that is color in coordination compounds. Most of the complexes of transition metals are colored. This can be explained in terms of crystal field theory. In presence of ligands, the crystal field splitting occurs. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കേസുകളിലെല്ലാം ഈ കോംപ്ലക്സുകളെല്ലാം തന്നെ, കോംപ്ലക്സ് കോമ്പൗണ്ട്സുകളെല്ലാം തന്നെ കളർ തരുന്ന കോമ്പൗണ്ടുകളാണ്. സോ ആ കളർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരു കോംപ്ലക്സ് എടുക്കുകയാണ്. TiH2O 6 × 3+ ഈസ് വയലറ്റ് ഇൻ കളർ. സോ ആ ടൈറ്റാനിയത്തിൻ്റെ ആ കോംപ്ലക്സ് വയലറ്റ് കളർ തരുന്നു. എന്താണെന്നതിന് കാരണം? സോ ഈ കോംപ്ലക്സ് നോക്കുമ്പോൾ നമുക്കറിയാം 6 ലിഗാൻസ് ആണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ 6 ലിഗാൻസ് ആണ് ടൈറ്റാനിയത്തിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. സോ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് വേർ ദ സിംഗിൾ ഇലക്ട്രോൺ, അതായത് Ti3+. സോ ഇവിടുത്തെ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആണ്, 3+ ആണ്. സോ അതൊരു 3D1 സിസ്റ്റമാണ്. 3D1 സിസ്റ്റം ആണെന്ന് എങ്ങനെയാണെന്ന് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ടൈറ്റാനിയം 22 ആണ്. സോ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3D2 4s2. അപ്പോൾ അതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞാൽ 3D1. സോ 3D1 സിസ്റ്റമാണ് Ti3+ എന്ന് പറയുന്നത്. സോ ആ മെറ്റൽ ഡി ഓർബിറ്റൽ ഈസ് ഇൻ ദ T2G ലെവൽ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ കോംപ്ലക്സ്. അതായത് T2G ലെവലിലാണ്. ഒക്ടാഹെഡ്രൽ സിസ്റ്റം ആകുമ്പോൾ T2G ആണ് താഴെ. സോ ഒക്ടാഹെഡ്രൽ സിസ്റ്റം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി, T2G ലെവലാണ് താഴത്തെ ലെവൽ, EG ലെവൽ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ലെവൽ. സോ ഫസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് T2G ലെവലിലെ ഒരു ഓർബിറ്റലിലായിരിക്കും. അതായത് T2G ലെവലാണ് ലോവർ എനർജി. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ T2G ലെവലിലെ ഒരു ഓർബിറ്റലിലായിരിക്കും ഫസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്. സോ ഇതൊരു 3D1 സിസ്റ്റമാണ്. സോ ആ 1 ഇലക്ട്രോൺ ഇൻ ദ ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ T2G ലെവലിലായിരിക്കും ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ T2G ലെവലിലായിരിക്കും ആ ഒക്ടാഹെഡ്രൽ സിസ്റ്റത്തിൽ നിൽക്കുന്നത്. സോ അങ്ങനെ നിൽക്കുമ്പോൾ ഇറ്റ് വുഡ് എക്സൈറ്റ് ദ ഇലക്ട്രോൺ ഫ്രം T2G ലെവൽ ടു EG ലെവൽ. അപ്പോൾ ആകെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ T2G ലെവലിൽ നിന്ന് അടുത്ത ഹയർ ലെവൽ എന്ന് പറഞ്ഞാൽ EG ലെവലാണ്. സോ T2G1 EG0 എന്ന കോൺഫിഗറേഷനിൽ നിന്നും T2G0 EG1 എന്നുള്ള കോൺഫിഗറേഷനിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു ബൈ അബ്സോർബിങ് ലൈറ്റ് കറസ്പോണ്ടിങ് ടു യെല്ലോ ഗ്രീൻ റീജിയൻ. സോ വിസിബിൾ സ്പെക്ട്രത്തിലെ അല്ലെങ്കിൽ
ലൈറ്റിൻ്റെ യെല്ലോ ഗ്രീൻ റീജിയനിൽ നിന്ന് അതിന് കറസ്പോണ്ടിങ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ എക്സൈറ്റേഷൻ നടക്കുന്നത്. സോ കോൺസിക്വൻ്റ്ലി ദ കളർ ഓഫ് ദ കോംപ്ലക്സ് ഈസ് കോംപ്ലിമെൻ്ററി ടു ദാറ്റ് വിച്ച് ഈസ് അബ്സോർബ്ഡ്. അതായത് വയലറ്റ് കളറിലാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ കോംപ്ലക്സിൻ്റെ കളർ വയലറ്റാണ്. സോ ഈ വയലറ്റ് തരുന്നതിന് കാരണം അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് നമ്മൾ കാണുന്നത്. സോ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് യെല്ലോ ഗ്രീൻ റീജിയണിലെ ലൈറ്റാണ്. അതായത് ആ എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺസിക്വൻ്റ്ലി ദ കളർ ഓഫ് ദ കോംപ്ലക്സ് ഈസ് കോംപ്ലിമെൻ്ററി, ദാറ്റ് ഈസ് വയലറ്റ്. സോ അതാണ് നമുക്ക് കിട്ടുന്ന കളർ. Thus, according to crystal field theory, the color of the coordination compound is due to DD transition of electrons. നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് പഠിച്ചപ്പോഴും ഈ സെയിം കാര്യം പറഞ്ഞു. അതായത് DD ട്രാൻസിഷൻ, അവിടെ ഈ 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉള്ളതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. ഡി ഓർബിറ്റൽസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ഡി ഓർബിറ്റൽസിൽ നിന്നും ഹയർ ഡി ഓർബിറ്റൽസിലേക്ക്, ലോവർ ഡി ലെവലിൽ നിന്നും ഹയർ ഡി ലെവലിലേക്ക് പോകുന്നതാണ് കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആകുന്നു. കാരണം ഡി ഓർബിറ്റൽസ് തന്നെ 2 സെറ്റുണ്ട്, T2Gയും EGയും. അപ്പോൾ ഒക്ടാഹെഡ്രലിൻ്റെ കേസിൽ T2G ആണ് താഴത്തെ ലെവൽ, EG മുകളിലത്തെ ലെവൽ. സോ T2Gയിൽ നിന്നും EGയിലേക്കുള്ളൊരു എക്സൈറ്റേഷനാണ്. സോ അതാണ് ആ ഒരു ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് ഈ കളറിന് കാരണം. സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചാണ് നമുക്ക് ഈ കളർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ദ കളർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് ഇസ് ഡ്യൂ ടു DD ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ DD ട്രാൻസിഷൻ, ഡിയിൽ നിന്ന് ഡിയിലേക്ക് തന്നെയുള്ള ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് കളർ ഓഫ് ദ കോർഡിനേഷൻ കോമ്പൗണ്ടിന് കാരണം. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലിഗാൻഡ്സ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ഒക്കർ ആൻഡ് ഹെൻസ് ദ സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. വേറൊരു പോയിൻ്റാണ്, ഒരു ലിഗാൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കത്തില്ല. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറഞ്ഞു തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു ഒരു ലിഗാൻഡ് വരുമ്പോഴാണ് ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒരു ലിഗാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലിഗാൻഡ്സ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ഒക്കർ ആൻഡ് ഹെൻസ് ദ സബ്സ്റ്റൻസ് ഈസ് കളർലെസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ ടൈറ്റാനിയത്തിൻ്റെ ഈ കോംപ്ലക്സ്, അതായത് TiH2O 6 × 3+, അവിടുത്തെ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ H2O ആണ്. അത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് കളർലെസ്, എന്ന് വെച്ചാൽ H2O പോകും. സോ H2O എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആ ഒരു കോംപ്ലക്സിന് കളറില്ലാതെ ആകുന്നു. അതുപോലെ സിമിലർലി അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് ഈസ് വൈറ്റ് ബട്ട് CuSO4.5H2O ഈസ് ബ്ലൂ ഇൻ കളർ. നമ്മൾ നേരത്തെ മുതലേ പഠിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചാണ്. 5 molecules ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് അറ്റാച്ച്ഡ് വിത്ത് 1 molecule ഓഫ് CuSO4 എന്ന് പറഞ്ഞ് പഠിച്ചു. സോ ആ 5H2O ആണ് ആ പിന്നെ കോമ്പൗണ്ടിന് കളറ് കൊടുക്കുന്നത്, ടെക്സ്ചർ കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ H2O ആക്ട് ചെയ്യുന്ന ഒരു ലിഗാൻഡായിട്ടാണ്. സോ H2O ആക്ട് ചെയ്യുന്നത് ലിഗാൻഡായിട്ടാണ്. ലിഗാൻഡിൻ്റെ പ്രസൻസിലാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ആ മെറ്റലിൻ്റെ. ഇപ്പോൾ ഇവിടെ കോപ്പറാണ്. സോ ആ കോപ്പർ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ലിഗാൻഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ലിഗാൻഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ CuSO4 മാത്രമേ ഉള്ളൂ. H2O അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വൈറ്റ് ഇൻ കളർ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റിന് വൈറ്റ് കളറാണ്. അത് അല്ലാതെ വരുമ്പോൾ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടെങ്കിൽ ബ്ലൂ കളറാണെന്ന് പഠിച്ചു. അപ്പോൾ അതിന് കാരണം പ്രസൻസ് ഓഫ് ലിഗാൻഡ്സ്. സോ ലിഗാൻഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കളറ് തരത്തുള്ളൂ. So this is about the color of coordination compound. So here we have finished the chapter coordination compound.